സോ ഈ ലുക്കിലുള്ള ഒരുപാട് വാഹനങ്ങൾ നിങ്ങൾ റോഡിൽ സ്പോട്ട് ചെയ്യുന്നുണ്ടാവും. ഇലക്ട്രിക് വാഹനങ്ങളാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. സോ ഇത് ഏതാണ് ബ്രാൻഡ്, ഏതാണ് മോഡൽ, എത്രയാണ് ഇതിൻ്റെയൊക്കെ വില എന്നറിയാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് നമ്മൾ ഈ മോഡലും ഇവരുടെ ലൈനപ്പിലുള്ള എല്ലാ വാഹനങ്ങളും ഒന്ന് പരിചയപ്പെടുത്താണ്. ഈ വി എന്ന് കണ്ടാൽ തന്നെ നമുക്കറിയാം വിൻഫാസ്റ്റ് എന്നുള്ളതാണ് ബ്രാൻഡ് നെയിം വന്നുള്ളത്. ഒരു വിയറ്റ്നാം ബ്രാൻഡാണ് വന്നുള്ളത്. ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രം നിർമ്മിക്കുന്ന ഒരു ബ്രാൻഡാണ് എന്ന് പറയാം. നിലവിൽ നമുക്ക് എറണാകുളത്തും തിരുവനന്തപുരത്തും നമ്മുടെ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള EVM ഡീലർഷിപ്പ് വഴിയാണ് ഇപ്പോൾ വിൽപ്പന, സർവീസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ലോഞ്ച് ചെയ്ത് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ 3 മോഡൽസോളം ഇന്ത്യയിൽ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാം ഒരു 20 ലക്ഷത്തിന് മുകളിൽ വില വരുന്ന, ഓൺ റോഡ് വില വരുന്ന വാഹനങ്ങളാണ് കേട്ടോ. പ്രധാനമായിട്ട് VF6, VF7, പിന്നെ നിങ്ങൾ ഈ കാണുന്ന MPV 7 എന്നിങ്ങനെയുള്ള ഒരു 7 സീറ്റർ, അങ്ങനെ 5 സീറ്റർ 7 സീറ്റർ ആയിട്ട് 3 വാഹനങ്ങളുണ്ട്. ഈ ഒരു 7 സീറ്റർ ടാക്സി സെഗ്മെന്റിൽ കൂടി ഇറക്കുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ആവശ്യക്കാർക്കും വേണ്ട, അല്ലെങ്കിൽ ഒരു 20 ലക്ഷത്തിന് മുകളിൽ ബഡ്ജറ്റുള്ള എല്ലാ പർപ്പസിനും വേണ്ട വാഹനങ്ങൾ ഇവരുടെ ലൈനപ്പിൽ ഉണ്ട് എന്ന് പറയാം. സോ എന്തൊക്കെയാണ് ഈ ബ്രാൻഡിന്റെ പ്രത്യേകതകൾ, എന്തൊക്കെയാണ് ഈ ഒരു മോഡൽസിന്റെ പ്രത്യേകതകൾ വിശദമായിട്ടൊന്ന് നോക്കാം. സോ ഏറ്റവും എൻട്രി ലെവൽ എന്ന് പറഞ്ഞാൽ വിൻഫാസ്റ്റിന്റെ VF6 എന്ന് പറഞ്ഞുള്ള ഈ ഒരു മോഡലാണ്. ഇത് 2 സെയിം മോഡലാണ് കേട്ടോ. കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. 7 കളർ ഓപ്ഷൻസിൽ ഈ ഒരു വാഹനം ലഭിക്കുന്നുണ്ട്. പേരുകൾ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ല. എല്ലാത്തിൻ്റെയും ഫേസ് സിമിലർ ആയിരിക്കും. ആ ഒരു V ഷേപ്പിന്റെ LED DRLോട് കൂടിയിട്ടാണ് എല്ലാ മോഡൽസും വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ ഹെഡ് ലാമ്പ് യൂണിറ്റ് എല്ലാത്തിനും ഒരു യൂണീക്ക് ഫീച്ചർ ഉണ്ട്. അതായത് ബ്രാൻഡ് ആണ് എന്നുള്ളത് എടുത്തറിയാനായിട്ട് പറ്റും. ഇത് ഒരു ബേസ് വേരിയന്റും ഇത് ടോപ്പ് വേരിയന്റ് ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു VF6 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ മൊത്തം 3 വേരിയന്റിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ രൂപത്തിലാണ് വരുന്നത്. ഇത് കുറച്ചുകൂടി രസമുണ്ട് കാണാൻ കളർ വീഡിയോയിൽ. അതുകൊണ്ട് ഇത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 59.6 കിലോവാട്ട് അവറിന്റെ ബാറ്ററി പാക്കിലാണ് നമുക്ക് ഈ ഒരു മോഡൽ ലഭിക്കുക. ഏകദേശം 430 കിലോമീറ്ററൊക്കെയാണ് ക്ലെയിം ചെയ്ത റേഞ്ച് വന്നുള്ളത്. റിയൽ ലൈഫിൽ ഡിഫറൻ്റ് ആയിരിക്കും. സാധാരണ അത് നമ്മുടെ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ മൈലേജ് കിട്ടുന്ന പോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മൾ ക്ലെയിം ചെയ്ത റേഞ്ച് നമുക്ക് ശരിക്കും കിട്ടുന്നതും ഡിഫറൻ്റ് ആയിരിക്കും എന്ന് പറയാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിൻഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൺലി EV മാത്രം മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ടോപ്പ് സ്പെക്കിലുള്ള സാധനങ്ങളിൽ അത്യാവശ്യം ഫീച്ചർ ലോഡർ ആയിട്ടുള്ള വാഹനങ്ങളാണ് തരുന്നത് എന്നുള്ളതാണ്. നമ്മുടെ MG ഒക്കെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ 100 കിലോവാട്ടിൻ്റെ വരെ നമ്മുടെ ചാർജർ സപ്പോർട്ട് ചെയ്യുമെന്നതാണ്. സോ നമുക്കൊരു 0 to 70% ഒക്കെ നമ്മുടെ ഈ ഒരു 59.6 കിലോവാട്ട് ചാർജ് ആവാനായിട്ട് വെറും 25 മിനിറ്റ് എടുക്കുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ ഈ വാഹനത്തിനോടൊപ്പം നമുക്കൊരു 3.3 കിലോവാട്ടിൻ്റെ ഒരു ചാർജർ തരുന്നുണ്ട്. 7.2 കിലോവാട്ടിൻ്റെ ഹോം ചാർജർ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം. എക്സ്ട്രാ പൈസ കൊടുക്കണം എന്നുള്ളതേ ഉള്ളൂ. ഓവറോൾ ലുക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ, എനിക്ക് ഏറ്റവും ഈ ഒരു ലൈനപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് VF6 തന്നെയാണ്. അലോയ് വീൽസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇതുപോലെ തന്നെയാണ് V എന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ടൈൽ ലൈറ്റും. സോ ഒരുപാട് സ്ഥലങ്ങളിൽ ആ ഒരു V കുറച്ചധികം ഓവർഡൺ ആയിട്ടുണ്ട് എന്ന് തോന്നുന്ന രൂപത്തിലുള്ള ഒരു ഡിസൈനാണ്. പുറത്തെന്തായാലും എനിക്ക് VF6 ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്റീരിയറും ജസ്റ്റ് കാണിച്ചു തരാം. എല്ലാം സിമിലർ ആണ്. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ തന്നെ ഇന്റീരിയറും എല്ലാ വാഹനങ്ങളുടെയും ഏകദേശം ആ ഒരു ലേഔട്ട് കാര്യങ്ങളൊക്കെ സെയിം ആണ് എന്നുള്ളതാണ്. സ്റ്റിയറിംഗ് വീല് അതിൽ നമുക്കൊരു V വായിച്ചെടുക്കാം. അത് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രൂപത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇന്ത്യക്കാർക്ക് അത്ര അത് സുപരിചിതമല്ലാത്ത രൂപത്തിലുള്ളൊരു ടൈപ്പാണ്. നമുക്ക് ഇവിടെ വേറെ മീറ്റർ ക്ലസ്റ്റർ കാര്യങ്ങളൊന്നുമില്ല. ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആണ് ലഭിക്കുക. അത് ബേസിന് മുതൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം വേറെ ക്ലസ്റ്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കളേർഡ് ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വായിച്ചെടുക്കാം. അതുപോലെ വലിയ ടച്ച് സ്ക്രീന്, പിന്നെ റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, അതിൻ്റെ കൺട്രോൾസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. കപ്പ് ഹോൾഡേഴ്സ്, പിന്നെ വോളിയം കൺട്രോൾ, ഹസാർഡ് ലാമ്പ്, ഇത് മാത്രമേ നമുക്ക് കൺട്രോൾസ് ആയിട്ട് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഈ ഒരു ടച്ച് സ്ക്രീൻ വഴിയാണ് ആക്സസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സ്റ്റിയറിംഗ് മോഡിൽ നമുക്ക് മീഡിയയുടെ കൺട്രോൾസ് പോലെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ പോലെയുള്ള നമ്മുടെ അഡാസിൻ്റെ കൺട്രോൾസ് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വൈപ്പറിൻ്റെ കൺട്രോൾസും ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് അത്രയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കൺട്രോൾസ് ഒരുപാട് കുറവാണ് എന്ന് പറയാം. 6 വേ പവർ അഡ്ജസ്റ്റ് നമുക്ക് ബേസ് വേരിയൻറ്റിലും 8 വേ പവർ അഡ്ജസ്റ്റ് ടോപ്പിലെ 2 വേരിയൻറ്റ് നമുക്ക് VF6 ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു പ്രീമിയം ഫീൽ നമുക്ക് ഒരു വാഹനം ഉണ്ട് എന്ന് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. തൈ സപ്പോർട്ട് അടക്കം നമുക്ക് കൂട്ടാവുന്ന രൂപത്തിലാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് ഒക്കെ വന്നിട്ടുള്ളത്. അതൊക്കെ അടിപൊളിയായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഈ ഒരു വോളിയം കൺട്രോളും അതുപോലെ ഹസാർഡ് ലാമ്പൊക്കെ ഇവിടെ കൊടുത്തത് വളരെ കൺവീനിയൻ്റ് ആയി തോന്നി. അത് വേറെ ഒരു ബ്രാൻഡ് അങ്ങനെ ചിന്തിക്കാത്തൊരു സാധനമാണ്. അതിന് ലേക്ക് വിൻഫാസ്റ്റിന് കൊടുക്കുകയാണ്. വയർലെസ് ചാർജർ കാര്യങ്ങൾ കാണാം. കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളാണ്, വേഗൻ സീറ്റുകൾ, ലെതർ സീറ്റുകളാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. സോ ഇതാണ് ഓവറോൾ ഒരു ലേഔട്ട് നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ വന്നിട്ടുള്ളത്. റിയറിൽ നോക്കുകയാണെങ്കിലും അത്യാവശ്യം പ്ലാറ്റ്ഫോം വളരെ ഉയർന്നിട്ടാണ്, അതുപോലെ ലോ ആയിട്ടാണ് സീറ്റും പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ റിയറിൽ ഇരിക്കുന്നവർക്ക് അത്യാവശ്യം ഉയരമുള്ളവരാണെന്നുണ്ടെങ്കിൽ തൈ സപ്പോർട്ട് ഒരു പൊടി കുറവായിരിക്കും. അതാണ് ഈ ഒരു മോഡലിൽ എനിക്കൊരു കുറവായിട്ട് ഫീൽ ചെയ്ത കാര്യം. ബാക്കി ഒരു പ്രീമിയം ഫീൽ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ ഡോർ അത്ര വൈഡായിട്ട് ഓപ്പൺ ആവുന്നില്ല. അതാണ് മാക്സിമം ഓപ്പണിങ്. അപ്പോൾ അത്യാവശ്യം സൈസ് ഉള്ളവർക്ക് കയറാനും ഇറങ്ങാനും ചെറിയൊരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. റിയർ AC വെന്റ് കാര്യങ്ങൾ കാണാം. 2 USB ചാർജിംഗ് പോർട്ട്, ഒരു C ടൈപ്പ് ചാർജിംഗ് പോർട്ട് 90 വാട്ട്സിൻ്റെ വന്നിട്ടുണ്ട്. 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും അതുപോലെ തന്നെ ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഫുൾ ബ്ലാക്ക് ഇന്റീരിയർ ആണ് വന്നിട്ടുള്ളത്. ഒരു പ്രീമിയം ഫീൽ എല്ലായിടത്തും ഉണ്ട് എന്ന് പറയാം. ഏകദേശം 8 സ്പീക്കറോളം നമുക്ക് ടോപ്പ് എൻഡിലൊക്കെ വരുന്ന അടിപൊളി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
സോ ആ കാര്യങ്ങളിലൊക്കെ അടിപൊളിയാണ്. ഈ പവർ നോക്കുകയാണെന്നുണ്ടെങ്കിലും 177 PS ആണ് നമുക്ക് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ. അത് ബേസ് വേരിയൻറ്റിൽ ടോപ്പിൽ 2 വേരിയൻറ്റിൽ നമുക്ക് 204 PS ആയിട്ട് അത് ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. 2 ട്യൂണിങ്ങിൽ, അതായത് മോട്ടറിൻ്റെ 2 ടൈപ്പ് നമുക്ക് മോട്ടർ ലഭിക്കുന്നുണ്ട് എന്ന് പറയാം. 190 മില്ലിമീറ്ററിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. ഏകദേശം ബൂട്ടൊക്കെ 423 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസും വന്നുള്ളത്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏത് സെഗ്മെൻറ്റാണ് ഈ ഒരു വാഹനം എന്ന് സംശയം ഉണ്ടായിരിക്കും. നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ വിൻസറൊക്കെ മത്സരിക്കുന്ന ആ ഒരു സെഗ്മെൻറ്റ് വാഹനമാണ്. നമ്മുടെ സൈസ് കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോ ഇതാണ് 423 ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ. സ്പെയർ വീൽ വരുന്നില്ല. താഴെ നമുക്കൊരു പഞ്ചർ കിറ്റ് കാര്യങ്ങളാണ് ലഭിക്കുക. അത് 4200 മില്ലിമീറ്ററിന് മുകളിൽ നീളം വരുന്ന ഒരു വാഹനമാണ്. സോ നമുക്ക് നിലവിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വിൻസറിനാണ് മെയിനായിട്ട് ആ ഒരു സെഗ്മെൻറ്റിൽ നിൽക്കുന്നതെന്ന് പറയാം. പിന്നെ നമുക്ക് നെക്സോൺ കാര്യം അതൊന്നും നമുക്ക് ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് കണക്കാക്കാനായിട്ട് പറ്റില്ല കേട്ടോ. വിൻസർ നെക്സോണൊക്കെ നമുക്ക് ഇതിലും താഴെ സെഗ്മെൻറ്റിൽ വരുന്ന വാഹനമാണ്. ചിലപ്പോൾ ചില ഫീച്ചേഴ്സ് കൊണ്ടൊക്കെ നമുക്ക് അതിൽ കുറച്ചധികം ഫീച്ചേഴ്സ് കാണാൻ പറ്റുമെന്നുള്ളത് പറയാം. 360 ക്യാമറ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ, 7 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം ഫീച്ചർ ലോഡർ ആയിട്ടുള്ള ഒരു മോഡൽ എന്ന് പറയാം. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് യൂണിറ്റ് കാര്യങ്ങൾ LED DRL മനോഹരമായിട്ടുള്ള അലോയ്സ് ആണ് കേട്ടോ. എല്ലാ മോഡൽസിൻ്റെയും അലോയ്സ് എനിക്ക് ഇഷ്ടമായി, എക്സെപ്റ്റ് നമ്മുടെ ഇത് MPV 70 ഒഴിച്ച് അത് പക്ക ഒരു ഇലക്ട്രിക് വാഹനത്തിൽ കാണുന്ന പോലൊരു വീലാണ് നൽകിയിട്ടില്ലെങ്കിൽ, പക്ഷേ ഇത് നമുക്ക് ഐസ് എഞ്ചിൻസിലൊക്കെ കാണുന്ന രീതിയിൽ മനോഹരമായിട്ടുള്ളൊരു വീൽസ് നൽകിയിട്ടുണ്ട്. 4 വീലും ഡിസ്ക് ബ്രേക്സും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഈ ഒരു പ്രൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 19,92,000 രൂപയിൽ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 21,50,000, 22,05,000 എന്നിങ്ങനെയാണ് 3 വേരിയൻസിൻ്റെ പ്രൈസ് റേഞ്ച് കാര്യങ്ങളൊക്കെ വരുന്നത്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം വാല്യൂ ഫോർ മണി ഒരു രീതിയിൽ നമുക്ക് VF6 പരിഗണിക്കാമെന്ന് പറയാം. ഇതിന് മുകളിൽ വരുന്നത് നമുക്ക് VF7 ആണ്. സോ ഈ ഒരു മോഡൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു വിൻഫാസ്റ്റിൻ്റെ മോഡലുള്ള ഒരു യൂണീക്നെസ് എന്ന് പറഞ്ഞാൽ ആ ഒരു V നമുക്ക് DRL വായിച്ചെടുക്കാം. ഹെഡ് ലാമ്പിൻ്റെ പ്ലേസിങ് കാര്യങ്ങളും സിമിലർ ആണ് വന്നിട്ടുള്ളത്. ഭയങ്കര VF7ലേക്ക് വന്നാൽ കുറച്ചുകൂടി വലിയൊരു വാഹനമാണ്, വലിയൊരു സെഗ്മെൻറ്റിലാണ് വരുന്നത്. അതൊരു ഹുഡിൻ്റെ മേലേക്ക് മുതൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈസ് നമുക്ക് അവിടെയാണ് മനസ്സിലാവുക. താഴേക്ക് എനിക്ക് തോന്നുന്നു ആ ഒരു DRLും അതുപോലെ ഹെഡ് ലാമ്പ് യൂണിറ്റിൻ്റെ ഒരു ഹൗസിങ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഇങ്ങനെ ചെരിച്ചിട്ടൊക്കെ കൊടുത്തുകൊണ്ട് ഒരു ക്യൂട്ടി ഫീൽ വന്നതുകൊണ്ട് ഒരു മാസീവ് പ്രസൻസ് നമുക്ക് ഈ ഒരു ഏരിയ നോക്കുമ്പോൾ ഫീൽ ചെയ്യില്ല. ബമ്പറിൻ്റെ ഏരിയയിൽ ഫീൽ ചെയ്യില്ല. ആ ഹുഡിലേക്ക് നോക്കുമ്പോഴും ഒരു വിങ് ടൈപ്പ് മിറേഴ്സൊക്കെ കാണുമ്പോഴാണ് വാഹനത്തിൻ്റെ ശരിയായ സൈസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. നമുക്ക് വെറും 3 വേരിയൻറ്റിലാണ് VF6 കിട്ടിയിരുന്നെങ്കിൽ ഇത് 5 വേരിയൻറ്റിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. എർത്ത്, വിൻഡ് ഇൻഫിനിറ്റി, സ്കൈ ഇൻഫിനിറ്റി എന്നിങ്ങനെയാണ് ഇതിൻ്റെ വേരിയൻസിൻ്റെ നെയിം വന്നിട്ടുള്ളത്. 5 വേരിയൻറ്റ് വരുന്നുണ്ട്. അതുപോലെ 2 ടൈപ്പ് ബാറ്ററി പാക്കും വരുന്നുണ്ട്. നമുക്ക് ബേസ് വേരിയൻറ്റിൽ 59.6 കിലോവാട്ടാണ് നമ്മൾ VF6ൽ കണ്ട അതേ ബാറ്ററി പാക്കിലാണ് ബേസ് വേരിയൻറ്റ് കിട്ടുക. അവിടുന്ന് മുകളിലേക്കുള്ള വേരിയൻറ്റിലൊക്കെ നമുക്ക് 70 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കിലാണ് ലഭിക്കുക. അലോയ് വീൽസ് നമുക്ക് കാണാൻ സാധിക്കും. 19 ഇഞ്ചാണ് അലോയ്സ് വന്നിട്ടുള്ളത്. ഇതിലും നമുക്ക് 4 വീലും ഡിസ്ക് ബ്രേക്കുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് ഞാൻ പറയുകയാണെങ്കിൽ VF6 ആണ് ഗുഡ് ലുക്കിംഗ് എന്ന് പറയാം. പക്ഷേ ഇത് കുറച്ചുകൂടി വലിയ വാഹനം വേണ്ടവർക്ക് ഈ ഒരു ചോയ്സ് ഉണ്ട്. VF7 വിൻഫാസ്റ്റിൽ ഉണ്ട് എന്ന് പറയാം. ടൈൽ ലാമ്പ് യൂണിറ്റ് ആണെങ്കിലും എഗെയിൻ സിമിലർ ആണ്. നമുക്ക് ആ ഒരു V വായിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ്. താഴേക്കും ഒരുപാട് ലൈറ്റ്സ് കാര്യം ഒരുപാട് വലിയ വാഹനങ്ങളായതുകൊണ്ട് തന്നെ വിൻഫാസ്റ്റിലെല്ലാം വലിയ വാഹനങ്ങളായതുകൊണ്ട് തന്നെ അത്യാവശ്യം അവർക്ക് ഒരുപാട് ഏരിയ ഉണ്ട് ഡിസൈനിങ്ങിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എന്നുള്ളതാണ്. ആ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. ഇൻറ്റീരിയർ ഞാൻ അഗൈൻ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഇൻറ്റീരിയറൊക്കെ പെട്ടെന്ന് കണ്ടാൽ, ഇതൊരു പുതിയ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ടാലൊന്നും ഓരോ മോഡൽസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല എന്നാണ്. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വന്നിട്ടുള്ളത്. VF6 തമ്മിൽ ഇപ്പോൾ എന്താ വ്യത്യാസം നിങ്ങൾ ചിന്തിക്കും. അപ്പോൾ ആ രൂപത്തിലാണ് അഗൈൻ നമുക്കിവിടെ കൺട്രോൾസൊക്കെ സിമിലർ ആണ് വന്നിട്ടുള്ളത്. ആംറസ്റ്റിൻ്റെ ഭാഗത്തുള്ളതാണെങ്കിലും എല്ലാം ഈ ഭാഗത്ത് നമുക്ക് 12 വോൾട്ട് ചാർജ് സോക്കറ്റ് കാര്യങ്ങളൊക്കെ കാണാം. ഇതൊക്കെ 2 മോഡൽസിലും സിമിലർ ആണ്. ബ്ലാക്ക് റൂഫ് വന്നിട്ടുണ്ട്, വേഗൻ ലെതറുള്ള സീറ്റുകൾ വന്നിട്ടുണ്ട്. സോ ഇൻറ്റീരിയർ മാത്രം നമ്മളൊരു ഫോട്ടോ കാണുകയാണെന്നുണ്ടെങ്കിൽ VF6 ആണോ 7 ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധാരണ ആളുകൾക്കൊക്കെ ഇത്തിരി ഡിഫിക്കൽട്ടായിരിക്കും. ആ രൂപത്തിലുള്ളൊരു ഡിസൈൻ കാര്യങ്ങളാണ് വന്നുള്ളത്. സെൻട്രൽ കൺസോളിലാണ് പ്രധാനമായിട്ട് ഇപ്പോൾ ഇതിലൊരു മാറ്റം നോട്ടീസ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. സോ ഇതിൻ്റെ ബാറ്ററി പാക്ക് കാര്യങ്ങളുടെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസ് വേരിയൻറ്റ് 438 കിലോമീറ്ററാണ് ക്ലെയിം ചെയ്ത റേഞ്ച് വരുന്നത്. ടോപ്പിൽ ബാക്കിയുള്ള വേരിയൻസൊക്കെ 532 കിലോമീറ്ററോളം ക്ലെയിം ചെയ്ത് റേഞ്ച് വരുന്നുണ്ട്. അതുപോലെ 110 കിലോ വാട്ട് വരെ ചാർജർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ 24 മിനിറ്റ് കൊണ്ട് 10% 70% ചാർജ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോട്ടറിലും ട്യൂണിങ് വ്യത്യാസമുണ്ട്. ബേസ് വേരിയൻ്റ് എടുത്താൽ നമുക്ക് 177 PS ബാക്കി ടോപ്പിലെ 4 വേരിയൻറ്റും 204 PS ആണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതും ഏറ്റവും ടോപ്പിൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾ വീൽ ഡ്രൈവ് ആയിട്ട് കൂടി വിൻഫാസ്റ്റിൻ്റെ VF7 കിട്ടുന്നുണ്ട്. അതിൽ നമുക്ക് വരുമ്പോൾ 500 ന്യൂട്ടൺ മീറ്റർ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന വെറും 5.8 സെക്കൻഡ് കൊണ്ട് 0 to 100 ഒക്കെ എത്താൻ പറ്റുന്ന ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനമായിട്ട് മാറും. സോ ഇത് സൈസ് കൊണ്ട് മാത്രമല്ല അത്യാവശ്യം പെർഫോമൻസ് കൊണ്ടും
വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു മോഡലാണ് VF7 എന്ന് പറഞ്ഞാൽ. സോ ഇതൊക്കെ അവരുടെ ഒരു ലക്ഷറി ലെവലിലേക്ക് തന്നെ നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന മോഡലാണ്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബേസ് വേരിയൻ്റ് വെച്ച എല്ലാ വേരിയൻറ്റും നമുക്ക് അഡാസ് ലെവൽ 2 വരുന്നുണ്ട്. 6 കളർ ചോയ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഡുവൽ സൺ AC കളറായിട്ടുള്ളൊരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ കൂടാതെ പവർ ടെയിൽ ഗേറ്റ് കൂടി നമുക്ക് ഈ ഒരു VF7ലേക്ക് വരുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് ക്ലിക്ക് കൊടുത്താൽ നമുക്ക് ഓപ്പണായി വരുന്ന രൂപത്തിലാണുള്ളത്. 537 ലിറ്ററാണ് നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വന്നുള്ളത്. ഗ്രൗണ്ട് ക്ലിയറൻസ് സിമിലറാണ്. നമുക്ക് 190 മില്ലിമീറ്റർ തന്നെയാണ് രണ്ട് വാഹനങ്ങളിലും വരുന്നത് എന്നുള്ളതാണ്. ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ ഈ രൂപത്തിലാണ് ഇതിൻ്റെ ഒരു മാസീവായിട്ടുള്ളൊരു ഫീല് കാര്യങ്ങൾ പ്രസൻസ് വരുന്നൊരു വാഹനം. 25,53,000 ഇതിൻ്റെ വില തുടങ്ങുന്നത്. ഏറ്റവും ടോപ്പിൻ്റെ നോക്കി ഞാൻ പറഞ്ഞ ഓൾ വീൽ ഡ്രൈവ് പെർഫോമൻസ് വരുന്ന വാഹനം 31,14,000 രൂപയും വരുന്നുണ്ട്. ഇതിൻ്റെ റിയർ നോക്കുകയാണെങ്കിൽ നമുക്കൊരു കംഫർട്ട് വൈസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണുള്ളത്. ഇതിൽ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ വളരെ ചെരിച്ചിട്ടാണ് നമ്മൾ സീറ്റ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കാരണം പ്ലാറ്റ്ഫോം ഉയർന്ന് നിൽക്കുന്നതുകൊണ്ട് മാക്സിമം തൈ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ പറഞ്ഞ പോലെ സാധാരണ ഇലക്ട്രിക് വാഹനങ്ങളിലൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ZCVയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള രൂപത്തിലാണ് ചെരിച്ചു കൊടുത്തുകൊണ്ട് കുഴപ്പമില്ലാത്തൊരു തൈ സപ്പോർട്ട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇതിൽ പിന്നെ 2 സ്റ്റെപ്പ് റിക്ലൈനിങ് വരുന്നുണ്ട്. സോ കുറച്ചുകൂടി നീളം കൂടിയ വലിയ വാഹനമായതുകൊണ്ട് തന്നെ VF6നേക്കാളും കുറച്ചുകൂടി റിയർ സീറ്റ് കംഫർട്ട് കാര്യങ്ങൾ ഈ വാഹനത്തിലായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഒരു ടച്ച് സ്ക്രീനൊക്കെ കണ്ട് ഇരിക്കുന്നത് നിങ്ങൾ കുറച്ചുകൂടി അതൊരു ഡ്രൈവർ സെൻട്രിക് ആയിട്ടുള്ളൊരു കോക്പിറ്റ് കാര്യങ്ങളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പറയാം. അതുപോലെ ആ ഒരു ഡ്രൈവ് മോഡ്സൊക്കെ കണ്ടില്ല നമുക്ക് പിയാനോ ഇൻസ്പയർഡ് ആണെന്നാണ് വിൻഫാസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ രൂപത്തിലുള്ളൊരു ഡിസൈൻ കാര്യങ്ങൾ കാണാം. 8 സ്പീക്കറോട് കൂടിയുള്ള ഇൻഫർടൈൻമെൻറ്റാണ് നമുക്ക് ഇതിലും ബേസ് വേരിയൻ്റ് വെച്ച് ബാക്കി എല്ലാത്തിലും കിട്ടുന്നത്. സോ അത്യാവശ്യം ഒരു പ്രീമിയം ഫീല് എല്ലായിടത്തും ഉണ്ട്. ചില സ്ഥലങ്ങളിൽ ഇല്ല കേട്ടോ. നമുക്കിപ്പോൾ ഇതിൽ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ AC വെൻറ്റിൻ്റെ ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം ഫീല് നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ ലെതർ സീറ്റ് കാര്യങ്ങൾ, അതുപോലെ റൂഫ്, ടച്ച് സ്ക്രീന്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗ് വീല്, അത്തരം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പക്ക ഒരു കൊടുക്കുന്ന വിലക്കുള്ള മൂല്യം നമുക്ക് എല്ലായിടത്തും ഫീൽ ചെയ്യും. ചില പ്ലാസ്റ്റിക് ഏരിയയിൽ മാത്രമാണ് നമുക്ക് വളരെ മോശമാക്കിയിട്ടുള്ളതെന്ന് പറയും. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇത്രയും തടിച്ചിട്ടുള്ള ഒരു കൺട്രോളൊക്കെ ഇവിടെ കൊടുത്താൽ ഇങ്ങനെ AC എത്രത്തോളം നമുക്ക് ഇവിടേക്ക് കിട്ടുമെന്നാണ്, അതൊരു തടസ്സമായിട്ട് നിൽക്കും എന്നുള്ള രൂപത്തിലൊക്കെ ഒരു ഫീൽ വരുന്നുണ്ട്. എന്തായാലും കുറച്ച് നാളത്തെ ഉപയോഗത്തിന് ശേഷമാണ് നമുക്കതൊക്കെ കൺഫേം ആയിട്ട് അറിയാനായിട്ട് പറ്റുള്ളൂ. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വിൻഫാസ്റ്റ് വന്നുള്ളത്. നമ്മൾ തുടക്കത്തിലും കണ്ടത് VF7 എന്നുള്ളത്. മെയിനായിട്ട് ഇതൊരു 7 സീറ്റർ ആണ്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ടാക്സി സെഗ്മെൻറ്റിലേക്ക് കൂടി കിട്ടുന്നുണ്ട്. അത് ബ്ലാക്ക്, ഈ ഒരു കളറിൽ മാത്രമാണ് നമുക്ക് ടാക്സി സെഗ്മെൻറ്റിലേക്ക് കിട്ടുക. ബാക്കിയുള്ളതിൽ നമുക്ക് 7ഓളം കളർ ചോയ്സ് വിത്ത് ഡുവൽ ടോൺ അടക്കം വരുന്നുണ്ട്. സോ ഇതാണ് ഫസ്റ്റ് റോ, സെക്കൻഡ് റോ ആൻഡ് തേർഡ് റോ. ഈ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. സ്പേസ് ഒക്കെ നമ്മൾ സാധാരണ ഏതാ പറയുക, ഒരു ക്യാരൻസിലൊക്കെ കിട്ടുന്ന രൂപത്തിലൊരു സ്പേസ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളിൽ ലഭിക്കുക എന്ന് പറയാം. ഇത് കുറച്ചുകൂടി നമുക്ക് റിയറിൽ ഇത് സെക്കൻഡ് റോയിലൊക്കെ നമ്മുടെ സാധാരണ നമ്മൾ 7ഉം 6ഉം കണ്ടതിനൊക്കെ കുറച്ചുകൂടി കംഫർട്ടായിട്ട് കുറച്ചുകൂടി ഉയർന്നിട്ടുള്ള ഒരു വാഹനമാണ്. അപ്പോൾ ആ ഒരു കുറച്ചുകൂടി കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്ന രൂപത്തിലൊരു സീറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരൊറ്റ പ്രസ്സിൽ ഫോൾഡ് ആവുന്ന രൂപത്തിൽ നമുക്ക് റിയറിലേക്ക് കയറാം. അതുപോലെ റിയർ AC വെൻ്റ്, പുറകിലേക്ക് സി ടൈപ്പും USB-A ചാർജിങ് പോർട്ടുകൾ വന്നിട്ടുണ്ട്. ബാക്കിലേക്ക് ഒരു മാപ്പ് ലാമ്പ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൽ പാൻഡോമിക് റൂഫ് കാര്യങ്ങൾ ഉണ്ടാവില്ല. ആദ്യം മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി. നമുക്ക് VF6-ലായാലും 7-ലായാലും നമുക്ക് ഗ്ലാസ് റൂഫ്സ് ആണ് വരുന്നത്. ഒന്നിൽ നമുക്ക് സൺ റൂഫ് അല്ലെങ്കിൽ പാൻഡോമിക് റൂഫ്സ് വരുന്നില്ല കേട്ടോ. ജസ്റ്റ് ഗ്ലാസ് റൂഫ് ഉണ്ടാവും. നമുക്ക് അതിൻ്റെ ഒരു വിൻഷീൽഡ് ഓപ്പൺ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് വിൻഷീൽഡ് എന്നല്ല, എന്താ പറയുക, നമ്മുടെ ഒരു സൺഷെയ്ഡ് ഓപ്പൺ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. മൊത്തത്തിൽ ഗ്ലാസ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു MP7 ഒരു സൈസ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഇതിൽ 60.13 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് യൂസ് ചെയ്യുന്നത്. ക്ലെയിം ചെയ്ത റേഞ്ച് 517 വരുന്നത്. ഏകദേശം 204 PS പവർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത്യാവശ്യം പവർഫുൾ ആണ്. ഒരു 7 പേര് 8 പേര് അവർ 7 പേരും അവർ ലഗേജ് ഒക്കെ ക്യാരി ചെയ്താലും അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ളൊരു മോട്ടർ കാര്യങ്ങൾ വരുന്നുണ്ട് എന്ന് പറയാം. എഗെയിൻ ഒരു ഡിസൈൻ സിമിലർ ആണ് വന്നിട്ടുള്ളത്. അതുപോലെ അലോയ്സ് വരുന്നുണ്ട്. അത് സ്റ്റാൻഡേർഡ് ആണ്. നമുക്ക് എല്ലാ വേരിയൻറ്റും അലോയ്സ്, അതായത് വിൻഫാസ്റ്റിൻ്റെ എല്ലാ വാഹനങ്ങളിലും അലോയ്സ് ഉണ്ട് എന്ന് പറയാം. എല്ലാ വേരിയൻസും എല്ലാ വാഹനങ്ങളും അലോയ്സ് ഉണ്ട്. ഇതും 19 ഇഞ്ചാണ് വീല് നൽകിയിട്ടുള്ളത്. റൈറ്റ് സൈഡിലാണ് ചാർജിംഗ് പോർട്ട് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള മോഡൽസിൻ്റെ ഒക്കെ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. ഇത് മാത്രമാണ് നമുക്ക് റൈറ്റ് സൈഡിൽ ചാർജിംഗ് പോർട്ട് വരുന്നൊരു മോഡൽ എന്ന് പറഞ്ഞാൽ. ഇതിലും പക്ഷേ ഇൻറ്റീരിയർ നിങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ്. ഇത് ഡ്രൈവർ സെൻട്രിക് അല്ല, നോർമൽ രീതിയിലാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് അഗെയിൻ ഒരു MID കാര്യങ്ങളൊന്നും വരുന്നില്ല. എല്ലാ ഇൻഫർമേഷനും ആ ഒരു ഡിസ്പ്ലേയിൽ നോക്കിയിട്ട് തന്നെ മനസ്സിലാക്കണം. സെയിം ആ ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് നമുക്ക് ഇവിടെയും ലഭിക്കുക. അതിൽ ഓഡിയോയുടെ കൺട്രോൾസും അതുപോലെ ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഡ്രൈവ് സെലക്ടർ വന്നിട്ടുണ്ട്. റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, പാർക്കൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്താണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്കൊരു 10.1 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ്. ഇതിലാണ് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയാനായിട്ട് പറ്റുക എന്നുള്ളതാണ് വിത്ത് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ. അതായത് നമ്മുടെ ഇൻഫർടൈൻമെൻറ്റും ഇതാണ്, നമ്മുടെ ഡ്രൈവർ ഇൻഫർമേഷൻ ഡിസ്പ്ലേയും ഇതാണ് വന്നിട്ടുള്ളത്. ഏകദേശം 4 സ്പീക്കറിലാണ് നമുക്കിത് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ഇതിനെ നമുക്കൊരു നോർമൽ മാസ് പ്രൊഡക്ഷനിലേക്കുള്ള MPV എന്നുള്ളൊരു കൺസെപ്റ്റിൽ അതിനെ കാണാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ കണ്ട 2 വാഹനങ്ങളുടെയും ഒരു പ്രീമിയം ഫീൽ നമുക്ക് ഇതിനുണ്ടായിരിക്കില്ല. പ്രത്യേകിച്ച് ഉപയോഗിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയൽസൊക്കെ
ആ ഒരു രൂപത്തിലാണ് നമുക്ക് മോശം എന്നുള്ള അല്ലാട്ട് പറയുന്നത്. മറ്റു വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് VF6ഉം VF7ഉം നോക്കുന്ന സമയത്ത് ഇത് അത്രയും ഒരു പ്രീമിയം ഫീൽ നമുക്ക് തരുന്നില്ല എന്നുള്ളതാണ്. സോ ഇതിൻ്റെ ഇൻസൈഡ് ഡോർ ഹാൻഡിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് കണ്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡോർ തുറക്കേണ്ടത്. ഇരുന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ തന്നെ ഇരിക്കാം. യെസ്, കയറിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോർ ഹാൻഡിൽ ചിലപ്പോൾ ആദ്യമായിട്ട് കയറുന്നവർ ഇവിടെ തരും, കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളത്. ഇവിടെയാണ് നമ്മൾ ഡോർ ഹാൻഡിൽ വന്നിട്ടുള്ളത്, ഡോർ ലിവർ വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. അത് നൈസാണ് എന്ന് പറയാം. പിന്നെ കപ്പ് ഹോൾഡേഴ്സ്, ആംറസ്റ്റ്, അതിൻ്റെ താഴെ സ്റ്റോറേജ് ഏരിയ, അത്രയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏകദേശം 27,13,000 രൂപയിൽ ഇതിൻ്റെ ടാക്സി വാഹനം നമുക്ക് കിട്ടുന്നുണ്ട്. 28,87,000 രൂപയിൽ നമുക്ക് പ്രൈവറ്റ് രജിസ്ട്രേഷനുള്ള വാഹനം ലഭിക്കും. ആ രൂപത്തിലാണ് ഇതിൻ്റെ ഒരു പ്ലേസിങ് വന്നുള്ളത്. പിന്നെ റിയർ 7 സീറ്റർ ആയതുകൊണ്ട് തന്നെ റിയറിലേക്ക് നമുക്ക് മൾട്ടി ലിങ്ക് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. സോ കുറച്ചുകൂടി റിയറിലെ യാത്രക്കാർക്ക് കംഫർട്ട് കൂടുതൽ ലഭിക്കും എന്ന് പറയാവുന്ന രൂപത്തിലാണുള്ളത്. ബൂട്ട് സ്പേസ് 3 റോയും ഉയർത്തി വെച്ചാൽ നമുക്ക് സാധാരണ ഒരു MP വാഹനത്തിൽ നമ്മൾ കാണുന്ന പോലെ ഒരു 126 ലിറ്ററിൻ്റെ ഒരു സ്റ്റോറേജ് നമുക്ക് ലഭിക്കുള്ളൂ. സോ തേർഡ് നമുക്ക് 50-50 ആയിട്ടും സെക്കൻഡോ 60-40 ആയിട്ടൊക്കെ ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനനുസരിച്ച് സ്റ്റോറേജ് ഏരിയ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ടും സാധിക്കുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. ഡീഫോഗർ, വൈപ്പർ അടക്കമുള്ള ഫീച്ചർ മുട്ടണ്ട. നിങ്ങൾ ഏത് വാഹനം എടുത്താലും, ഏത് വേരിയൻ്റ് എടുത്താലും, ഏത് ബേസ് വേരിയൻ്റ് എടുത്താലും വിൻഫാസ്റ്റിൽ നമുക്ക് അടിപൊളി ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇവിടെ നമുക്ക് 4 ഡോറിലായിട്ടാണ് സ്പീക്കേഴ്സ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 28 ലക്ഷം ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, അത്രയൊരു പ്രീമിയം ഫീൽ ഇതിന്ന് ലഭിക്കുന്നില്ല എന്ന് പറയാം. വിൻഫാസ്റ്റിൽ ഉപയോഗിച്ചിട്ടുള്ളത് ലിഥിയം ഫെറസ് ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ LFP എന്ന് പറയുന്ന ബാറ്ററിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ സാധാരണ ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ ബാറ്ററികൾക്ക് 10 വർഷം വരെയാണ് വാറൻറ്റി. അത് എല്ലാ മോഡൽസിനും സെയിം ആണ്. വെഹിക്കിൾ വാറൻറ്റി നമ്മുടെ MPV7ഉം VF6നും 7 വർഷമാണ് വരുന്നത്. VF7 എടുക്കുന്നവർക്ക്, അതായത് നമ്മൾ മാക്സിമം പ്രീമിയം ആയിട്ട് കണ്ട വാഹനത്തിന് 10 വർഷം വരെ വെഹിക്കിൾ വാറൻറ്റി. അപ്പോൾ 10 വർഷം വെഹിക്കിൾ വാറൻറ്റിയും 10 വർഷം ബാറ്ററി വാറൻറ്റി നമുക്ക് ആ ഒരു മോഡൽ ലഭിക്കുന്നുണ്ട്. കൂടാതെ ബൈബാക്ക് അഷുറൻസ് കൂടി നമ്മുടെ വിൻഫാസ്റ്റ് തരുന്നുണ്ട്. കാരണം ഒരു പുതിയ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ അവർക്കറിയാം ആളുകൾ നിങ്ങൾ എന്ത് വിശ്വസിച്ചാൽ ഇത് എടുക്കും, ഇതിന് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് വിറ്റ വില കിട്ടുമെന്നുള്ളൊരു കൺസേൺ എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ട് വിൻഫാസ്റ്റ് 75% വരെയുള്ള ബൈബാക്ക് അഷുറൻസ് തരുന്നുണ്ട്. നിങ്ങൾ 2 വർഷം കഴിഞ്ഞിട്ട് വാഹനം വിൽക്കാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ഷോറൂമിൻ്റെ 75% പ്രൈസ് തന്നിട്ട് വിൻഫാസ്റ്റ് തന്നെ അത് എടുക്കുമെന്നുള്ളതാണ്. അതുപോലെ 5 വർഷം വരെ അത്തരത്തിലൊരു പാക്കേജ് നമുക്ക് ഇവിടുന്ന് വാഹനം എടുക്കുന്ന സമയത്ത് ചൂസ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. 50% മുതൽ 75% വരെ ഓരോ കാലയളവിനനുസരിച്ചും ഓരോ ടേംസ് ആൻഡ് കണ്ടീഷൻസിനനുസരിച്ച് വിൻഫാസ്റ്റിനെ ബൈബാക്ക് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ EVM ആണ് ഡീലർഷിപ്പ് വന്നിട്ടുള്ളത്. തുടക്കത്തിൽ പറഞ്ഞ പോലെ എറണാകുളം, തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. സോ അതുകൊണ്ട് സർവീസിൻ്റെ കാര്യം നമുക്ക് കൺസേൺ ഉണ്ടാവില്ല. അത്യാവശ്യം ഒരു പ്രൊഫഷണൽ രീതിയിൽ തന്നെ വാഹന മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഡീലർഷിപ്പ് രംഗത്ത് നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് EVM എന്ന് പറഞ്ഞാൽ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു വാഹനത്തെ പറ്റി ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് വിളിച്ചാൽ മതി. ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ എല്ലാ മോഡൽസിൻ്റെ ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. സോ കളമശ്ശേരിയുള്ള ഷോറൂമിലേക്ക് വരാം, അല്ലെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് ടെസ്റ്റ് ഡ്രൈവ് എടുക്കാം. വിൻഫാസ്റ്റിൻ്റെ വാഹനങ്ങളുടെ ഡിസൈനിനെ പറ്റിയിട്ടോ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയിട്ടോ പ്രൈസിനെ പറ്റിയിട്ടോ നിങ്ങൾക്ക് എന്താ തോന്നുന്നു കമൻറ്റ് ചെയ്ത് അറിയിക്കും. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഉണ്ടെങ്കിൽ ഒരുപാട് നേരത്തെ കാണാം. ബൈ ബൈ.